ഇന്ന് തുടക്കം മുതൽ ഈ ഒരു വീക്കിലെ അവസാനത്തെ ഒരു ട്രേഡിംഗ് ഡേ ആണ്. തീർച്ചയായിട്ടും തുടക്കം മുതൽ ഓവർനൈറ്റ് ഹാൻഡ് ഓവേഴ്സ് പരിശോധിക്കുന്ന സമയത്ത് ഒരു സമ്മർദ്ദം നമുക്ക് നിലനിന്നിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്താണ്? മാർക്കറ്റിന്റെ ഇടിവിന് ഇത്രത്തോളം ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങും പിന്നീട് അതിനുശേഷം ഉണ്ടായിട്ടുള്ള വലിയ ഇടിവിനും കാരണം എന്താണ് എന്ന് പരിശോധിക്കാം. തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, പാനിക് സെല്ലിംഗ് തന്നെയാണ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. വിദേശ നിക്ഷേപകരുടെ ശക്തമായിട്ടുള്ള ഒരു വിറ്റൊഴിയലും ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സമ്മർദ്ദങ്ങളും തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനിശ്ചിതാവസ്ഥ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് സെൻസെക്സിൻ്റെ 600 പോയിന്റോളമുള്ള ഒരു നഷ്ടവും അതിനപ്പുറത്തേക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും കണ്ട ഇടിവ് കൂടുതലായിട്ടും ഒരു പാനിക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാനിക് സെല്ലിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഒക്ടോബർ മാസത്തെ 4.5% മുന്നേറ്റത്തിന് ശേഷമാണ് ഈ പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളിലുള്ള ഒരു തകർച്ച എന്നുള്ളത് കൂടി ഇവിടെ നിക്ഷേപകർ മനസ്സിലാക്കിയിരിക്കാം. ഏതായാലും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ്. സമീപ കാലയളവിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിക്ഷേപകർ അതിൻ്റെ പിൻബലമായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിരിക്കുന്നു. വിൽപ്പനാ സമ്മർദ്ദം വിപണിയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് FII സെല്ലിംഗ് ആണ്. പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള FII സെല്ലിംഗ് ആണ് തുടരുന്നത്. ഈ ഒരു വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പിന്മാറ്റം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 3263 കോടി രൂപയുടെ ഓഹരികളാണ് വിദേശ നിക്ഷേപകർ അല്ലെങ്കിൽ FIIs വിറ്റൊഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ് ഇന്ന് മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസിന്.